പുതിയൊരു പൂച്ചസാർ പടം വന്നിട്ടുണ്ട് ഫ്ലോ. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ്. ഡിജിറ്റലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾറെഡി ഇന്ത്യയിൽ ആമസോൺ പ്രൈം വീഡിയോയിലും ആപ്പിൾ ടി പ്ലസിലൊക്കെ ചിലപ്പോൾ കൺട്രിയിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ റെൻ്റലോ ബയ്യയും ഉള്ള രീതിയിലൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. ഡിജിറ്റലി ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ കാണാം. കിടിലം പടമാണ്. കിടിലം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റാണ്. ഇതൊരു ഡയലോഗ് പോലും ഇല്ല. അങ്ങനത്തെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു പടത്തിന്. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് നല്ല അപ്പോക്കലിപ്സ് നടക്കുന്ന ഒരു ടൈമിൽ സോ ഹ്യൂമൻസ് ഒന്നുമില്ല, അവരവിടെ പോയിന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. സോ ഹ്യൂമൻസ് ഒന്നും തന്നെയില്ല, എനിമൽസ് മാത്രമുള്ള ആ ഒരു പ്ലാനറ്റിൽ ഒരു ചെറിയ പൂച്ചക്കുട്ടി, ഒരു കറുത്ത പൂച്ചക്കുട്ടി ആള് സർവൈവ് വേണ്ടി നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന കഥ. സോ ഒരു വലിയ ഫ്ലഡ് ഉണ്ടാവും, വലിയൊരു സുനാമി പോലെ. സോ അതിൽ നിന്ന് ഈ ഒരു പൂച്ച എങ്ങനെ രക്ഷപ്പെടും, അവരുടെ കൂടെ കമ്പാനിയനായിട്ട് വേറെ കുറേ എനിമൽസ് വരും. അത് പല റേസിലുള്ള, ഇപ്പോൾ ഒരു പട്ടിക്കുട്ടി ഉണ്ടാവും, അതിനൊരു കൊറ്റി, അങ്ങനെയുള്ള ഈ എനിമൽസ് എല്ലാവരും കൂടി ഒരു ബോട്ടിൽ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോവാണ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ജോണിയും ഇവർക്ക് ഉണ്ടാകുന്ന കുറേ മിസ്ഹാപ്പൻസ് ഒക്കെയാണ് സിനിമ പ്രധാനമായിട്ട് കാണിച്ചിരുന്നത്. ആൻഡ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്ക് ചെയ്ത സിനിമയാണ്. കാരണം ഇതൊരു പ്രൊഡക്ഷൻ സ്റ്റുഡിയോയുടെ ആയിട്ട് അണ്ടറിലുള്ള സാധനമല്ല. നമ്മളിപ്പോൾ ഇപ്പോൾ വലിയ ഡ്രീം വർക്സിൻ്റെയോ അല്ലെങ്കിൽ പിക്സാറിൻ്റെയൊക്കെ ആനിമേഷൻ സിനിമകളൊക്കെ ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ നെറ്റിലുള്ള കോമൺലി എല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലെൻഡർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ആക്ച്വലി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈനിൽ 3D ചെയ്യാൻ പറ്റുന്ന, ആനിമേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് വെച്ചിട്ടാണ് കംപ്ലീറ്റ്ലി ഈ ഒരു പടം മുഴുവൻ എടുത്തിട്ടുള്ളത്. സോ ഏതൊരു സാധാരണക്കാരനും, പണി അറിയുന്ന ഏതൊരു സാധാരണക്കാരനും ഇമ്മാരൊരു കിടില സാധനം, അതൊരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം തന്നെ ഇറക്കാൻ പറ്റുന്ന ഈ സിനിമ തെളിയിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് മറ്റൊരു പ്രത്യേകത, അങ്ങനെ എടുത്തിട്ടുള്ള ഈ ഒരു പടമാണ് ഈ വർഷത്തെ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള ഗോൾഡൻ ഗ്ലോബ് കിട്ടിയത്. ആൻഡ് ഈ വർഷത്തെ ഓസ്കാറിന് ഇത് കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇതൊരു ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിലല്ല, ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്നൊരു കാറ്റഗറിയിലാണ്. ശരിക്കും ആനിമേഷൻ ഫീച്ചർ ഫിലിമിൽ പെടായിരുന്നു. അതൊരു പക്ഷേ വൈൽഡ് റോബോട്ടൊക്കെ കൊണ്ടുപോയെങ്കിലും സംഭവം മറ്റ് വലിയ ആനിമേഷൻ സ്റ്റുഡിയോസിനൊക്കെ ബാനറിൽ പുറത്തിറങ്ങുന്ന സിനിമകളൊക്കെ ഉള്ള സമയത്ത് ഈ സാധനം ഒരു അണ്ടർ റേറ്റഡ് ആയി പോകരുത് എന്ന രീതിയിൽ തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്തത്. എല്ലാവർക്കും കാണാം, പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാം, ചെറിയ കുട്ടി മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ. കാരണം ഇതിലൊരു ഡയലോഗ് പോലും ഇല്ല, ഹ്യൂമൻസേ ഇല്ല, പിന്നെ അങ്ങനെ ഡയലോഗ് ഉണ്ടാകുമ്പോൾ. പക്ഷേ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഇങ്ങനെ കഥ പറഞ്ഞു പോയി നമുക്കൊരു നല്ലൊരു ഹാർട്ട് ടച്ചിങ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് അനുഭവം തരുന്ന നല്ലൊരു ഗംഭീര പടമാണ്. ഇതിൻ്റെ ആനിമേഷൻ ക്വാളിറ്റി ഒക്കെ തന്നെ ഒരുപാട് വ്യത്യാസം. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ കൺവെൻഷണൽ രീതിയല്ല. സോ എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി അവിടെ ഒക്കെ ആയിട്ട് ഇതിൻ്റെ മേക്കിങ്ങിലും അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന, കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നല്ലൊരു ഗംഭീര പടം. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സിനിമ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഭാഷ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞു ഭാഷയില്ലാത്ത പടമാണ്. പൂച്ചസാർ ഫാൻസൊക്കെ തീർച്ചയായിട്ടും കാണണം, ഒരു ഗംഭീര പടമാണ്. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.